നമസ്കാരം, എല്ലാവർക്കും ഗെറ്റോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന, പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ, സെക്കൻഡ് ഫേസ് ആണോ, ഫസ്റ്റ് ഫേസ് ഏതാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമുക്ക് നേരെയില്ല. മൊത്തത്തിൽ എന്താണ് എന്ന് നോക്കിയതിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യം കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കിപ്പോവാം. ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആർക്കെങ്കിലും മോക്ക് ടെസ്റ്റിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 250 രൂപയാണ് കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റിന്. പേപ്പർ നമ്പർ 2ന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ മോക്ക് ടെസ്റ്റ് അതിനകത്ത് ഉണ്ട്. PDF ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ മോക്ക് ടെസ്റ്റ് തന്നെ വേണമെന്നില്ല, എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടുന്ന മാക്സിമം മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾ ഇനി മുന്നോട്ട് പോവുക. ഇന്ന് 19-ാം തീയതി 20, 21, 22, 23, 24, 25, 26 7 ദിവസങ്ങളും കൂടെ ഉണ്ട്. അതിനകത്ത് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക. കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ഇപ്പൊ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈക്കിൾ മീൻസ് ഒരു വട്ടം, അല്ലെ? ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുൻപ് തൊട്ട്, ഡിസാസ്റ്റർ നടക്കുമ്പോൾ, ഡിസാസ്റ്ററിന് ശേഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളെയും കൂട്ടിയിണക്കി, അതായത് എപ്പോ വേണമെങ്കിലും പിന്നെയും ദുരന്തങ്ങൾ ഉണ്ടാവാം, അതിങ്ങനെ കൂട്ടിയിണക്കി പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു സ്റ്റേജസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്, ആണല്ലോ. അപ്പൊ നോക്കുക, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ഒക്കെ. ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ്, ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിനുശേഷമുള്ള കാര്യം. ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. നോക്കിക്കേ, ഈ പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെങ്കിൽ ബിഫോർ എ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ദുരന്തം ഉണ്ടാവാതെ നോക്കുക, അല്ലെ? ഇനി ദുരന്തം ഉണ്ടായേ പറ്റൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഏരിയാസ് ആണെങ്കിൽ അത് ആ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യുക, പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ആണല്ലോ. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ്, പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ് വരുന്നത്. എല്ലാവർക്കും സംശയം അതാണ്. ഈ ബിഫോർ, അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ചെയ്യേണ്ട 3 പോയിന്റ്സ് ആണ് പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്. പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസാസ്റ്റർ ഇഫ് പോസിബിൾ, അല്ലെ? എങ്ങനെയെങ്കിലും നമുക്ക് ഡിസാസ്റ്റർ വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. മിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമ്പാക്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മിറ്റിഗേഷൻ. പ്രിപ്പയർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാനിങ് നടത്തുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, ഏർലി വാർണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നു, കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡ്യൂറിംഗ് ഡിസാസ്റ്റർ, അഥവാ നമ്മൾ അതിനെ മറ്റൊരു പേര് വിളിക്കും റെസ്പോൺസ് ഫേസ് എന്ന് വിളിക്കും. ഒരു ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് റെസ്പോൺസ് ഫേസ് വരുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഡിസാസ്റ്റർ നടക്കുമ്പോൾ ലൈഫിനെ സേവ് ചെയ്യുക, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, ആണല്ലോ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തും, എമർജൻസി റിലീഫുകൾ ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് ഏജൻസീസ്, ഇതെല്ലാം അവിടെ നമ്മൾ കൊടുക്കും. ഓക്കെ ആണല്ലോ. ദെൻ ആഫ്റ്റർ ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്ററിന് ശേഷമാണ് ഏറ്റവും വലിയ ജോലി. എന്താണ്? റിലീഫ് എന്ന് പറയും, അല്ലെ? നമ്മൾക്ക് ബ്രിങ് ലൈഫ് ബാക്ക് ടു നോർമൽ ആക്കണം. സോ റിലീഫ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ, റിക്കവറി ഒക്കെ വരുന്നത് ആഫ്റ്റർ ഡിസാസ്റ്റർ സ്റ്റേജ് ആണ്. അപ്പൊ പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിലാണ് റിലീഫ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ, റിക്കവറി ഒക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ വരുന്നത്. ഒന്ന്, ദുരന്തമുണ്ടാകുന്നതിന് മുൻപ്, ഡ്യൂറിംഗ് ഡിസാസ്റ്റർ ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വേർഷൻ ഒന്ന് നോക്കാം. നോക്കിക്കേ, സ്റ്റേജസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. Disaster management efforts are geared toward disaster management, risk management. Disaster risk management implies the systematic process of using administrative decisions, organization, operational skills and capacity to implement policies, strategies and coping capacity of the society and community to lessen the impact of natural hazards and related environmental and technological disaster. ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസും അല്ലെങ്കിൽ ഓർഗനൈസേഷനും ഓപ്പറേഷണൽ സ്കിൽസും പോളിസികളും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്, അല്ലെ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ എല്ലാ ഫോംസും എല്ലാ ആക്ടിവിറ്റീസിനകത്തും നമ്മൾ സ്ട്രക്ചറൽ, നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എടുക്കാറുണ്ട് ടു അവോയ്ഡ് പ്രിവെൻഷൻ ഓർ ടു ലിമിറ്റ് അഡ്വേഴ്സ് എഫക്ട് ടു ഹസാർഡ്സ്. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, പ്രിവെൻഷൻ ഒക്കെ നമ്മൾ നേരത്തെ എടുക്കേണ്ടതും, എന്നാൽ ഇതിന് ശേഷം എടുക്കേണ്ടതാണ് ബാക്കി പറഞ്ഞ റിക്കവറി സ്റ്റേജ്, റീഹാബിലിറ്റേഷൻ, റിലീഫ്,
ഓപ്പറേഷൻസ്, റെസ്ക്യൂ ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ആണ്. ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിഫോർ ഡിസാസ്റ്റർ ഉണ്ട്, ഡ്യൂറിങ് ഡിസാസ്റ്റർ ഉണ്ട്, ആഫ്റ്റർ ഡിസാസ്റ്റർ ഉണ്ട് ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ ഒരു സൈക്കിൾ പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈക്കിളിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സൈക്കിളിനകത്ത് എന്താണ് റെസ്പോൺസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് റെസ്പോൺസ് ആണ്. അതിനുശേഷം നമ്മൾ റെസ്പോൺസിനകത്താണ് ഈ ഓപ്പറേഷനും അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത്. അതിനുശേഷം നമ്മൾ റിക്കവറിയിലേക്ക് പോകുന്നു, ദെൻ ഡെവലപ്മെന്റിലേക്ക് പോകുന്നു. എന്ത് ഡെവലപ്പ് ചെയ്യും? മിറ്റിഗേഷൻ പ്ലാൻസും പ്രിപ്പയർനെസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. ഇത് ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ. അപ്പൊ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പല രീതിയിൽ പറയാം. ഇതിപ്പോ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ റെസ്പോൺസ്, റിക്കവറി, ഡെവലപ്മെന്റ്, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്. ഇനി ഡിസാസ്റ്ററിന് മുൻപുള്ള സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും ആണ് അല്ലെ. മാക്സിമം റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നു, പ്രിപ്പയർഡ് ആവുന്നു, അപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു. സോ നമ്മൾ റെസ്പോണ്ട് ചെയ്തു, അതിനുശേഷം റെസ്പോൺസ് എടുത്തു, ദെൻ റിക്കവറി ചെയ്തു. അപ്പൊ ഇതൊരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സംശയമില്ലല്ലോ. ഇവിടെയാണ് എല്ലാവർക്കും ഒരു സംശയം വരുന്നത്. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് റെസ്പോൺസും റിക്കവറി ഒക്കെ തന്നെയാണ്. ഇനി അതല്ല, ദുരന്തം ഉണ്ടാവാൻ പോകുന്നു എന്ന് നമ്മൾ ഭാവിയിൽ പ്രവചിക്കുന്നു. അവിടെ ഒരു അഗ്നിപർവ്വതം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഭാവിയിൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും ആണ് ആദ്യം വരുന്നത്. അതാണ് എല്ലാവർക്കും ഒരു സംശയം. ഇനി നോക്കിക്കേ, ഡിഫറെന്റ് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആർ റെപ്രസെന്റഡ് ഇൻ ദ ഡിസാസ്റ്റർ സൈക്കിൾ ഡയഗ്രാം. നോക്കിക്കേ, ഒരു ഡിസാസ്റ്റർ ഇവന്റ് ആദ്യം നടക്കണം. പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായി, ഫോർ എക്സാമ്പിൾ ഒരു സുനാമി ഉണ്ടായി. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഡിസാസ്റ്റർ റെസ്പോൺസ് ആയിരിക്കും അല്ലെ. സുനാമി ഉണ്ടായെങ്കിൽ നമ്മൾ റെസ്പോൺസ് ചെയ്യും. ആദ്യം ചെയ്യുന്നത് എന്താണ്? റെസ്പോൺസ് ചെയ്യും. ആൾക്കാരെ ഇത് ബാധിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഡാമേജസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെയ്യും. അതിനുശേഷം നമ്മൾ റിക്കവറിയാണ്. ഈ റിക്കവറി എന്ന് പറയുന്ന സ്റ്റേജിനകത്താണ് ദുരന്തം വന്ന ആ ഒരു ഏരിയയെ നമ്മൾ ഇവരെ എല്ലാം നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണം, ഈ പോയതെല്ലാം അവർക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അവിടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. എന്ത് സസ്റ്റൈനബിൾ റീഡെവലപ്മെന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുള്ള ഫണ്ട് വേണം, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പം ഇവിടെ ഓർത്ത് വെച്ചേക്കാം, ഇവിടെ ഈ ഒരു റെസ്പോൺസ് ഫേസിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ആ ഒരു ഡ്യൂറിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം വരുന്നത്. ആ ഡ്യൂറിങ് ഫേസിൽ റെസ്ക്യൂ ഓപ്പറേഷൻസും എമർജൻസി റിലീഫ്, പെട്ടെന്ന് ആവശ്യത്തിനുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, മെഡിസിൻ കൊടുക്കും. കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും എമംഗ് ഏജൻസീസ് തമ്മിലുള്ളത് നടന്നുകൊണ്ടിരിക്കും. ഇതിന് ശേഷമുള്ളതാണ് ഈ റിക്കവറി സ്റ്റേജ്. അവിടെയാണ് നമുക്ക് റിലീഫും റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും റിക്കവറി സ്റ്റേജും വരുന്നത്. തെറ്റിക്കരുത്. മൂന്നാമത്തെ റിക്കവറി ആഫ്റ്റർ ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷമാണ് നമുക്ക് എന്തൊക്കെ വരുന്നത്? റിലീഫ്, ഇമ്മീഡിയറ്റ് നീഡ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നു, റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, റീകൺസ്ട്രക്ട് ചെയ്യുന്നു, ദെൻ റിക്കവറി സ്റ്റേജിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. കണ്ടോ, ഇവിടെ എമർജൻസി റിലീഫ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫേസ്. ഓക്കെ ആണല്ലോ. ഇവിടെ പിന്നൊരു സംശയം വരുന്നതാണ് മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ് എന്താണെന്നുള്ളത്. മിറ്റിഗേഷൻ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. എന്താ മിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വ്യത്യാസം? അതായത് ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് മിറ്റിഗേഷൻ. പ്രിപ്പയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമ്പാക്ട് കുറയ്ക്കാൻ ശ്രമിച്ചു. അതായത് ഒരു എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ്, ആ ഒരു ഏരിയ, ഇപ്പം എർത്ത് കേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ അതിന് പറ്റിയ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, അത് മിറ്റിഗേഷൻ ആണ്. പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ പ്ലാനിങ് നടത്തും. എന്ത് വേണം, ഇങ്ങനെ വന്നാൽ എന്ത് വേണം, അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും, ഏർലി വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കും, കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുക്കും. ഇതൊക്കെ പ്രിപ്പയർനെസ്സിനകത്താണ് വരുന്നത്. അപ്പൊ മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും തമ്മിൽ തെറ്റാതിരിക്കണം. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജിക്കകത്ത് എന്തൊക്കെ വരും? ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, റിസ്ക് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദെൻ വൾണറബിലിറ്റി അനാലിസിസും റിസ്ക് അവയർനെസ്സും നടത്തും, പ്ലാനിംഗ് നടത്തും, ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ ആൻഡ് കമ്മ്യൂണിറ്റി റെസിലിയൻസ്, നോളജ് ക്രിയേഷൻ ആൻഡ് ഡിസെമിനേഷൻ. ഓക്കെ ആണല്ലോ. അപ്പം ഇനി ഇതിനകത്ത് സംശയമില്ലെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുവാണ്. മാനേജ്മെന്റ് സൈക്കിൾ ചോദിക്കുമ്പോൾ ഒരുപാട് ഒന്നുമില്ല, എല്ലാം ഈസിയാണ്. നിങ്ങളൊന്ന് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. എല്ലാവരും ഇപ്പൊ ഡൾ ആയിട്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ എല്ലാവരും എല്ലാ പ്രാവശ്യം പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട്. അതാണ് സത്യം. പേപ്പർ നമ്പർ 2 പേടിക്കേ വേണ്ട. നിങ്ങൾ ഒരുവിധം ഫുൾ കവേർഡ് ആണ്. ഈ കേട്ടിരിക്കുന്ന മിക്കവരും കേൾക്കണമെങ്കിൽ നമുക്കൊരു താല്പര്യം വേണം. പഠിച്ചിട്ടുള്ള ഒരാളെ കേൾക്കത്തുള്ളൂ.
കേൾക്കുന്നവരിൽ ഒരു 3/4 ആൾക്കാരും പേപ്പർ നമ്പർ 2 ഏകദേശം ഒരു 60% കവേർഡ് ആണ്. സോ നമുക്ക് അതൊക്കെ മതി. മുന്നോട്ടും മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഇന്റഗ്രേറ്റ് പ്രീ ഡിസാസ്റ്റർ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്. Emergency relief and rehabilitation are considered completely independent of each other in disaster management. അത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പൊ എന്താ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഇന്റഗ്രേറ്റ് പ്രീ ഡിസാസ്റ്റർ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റി ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്. 2, എമർജൻസി റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആർ കൺസിഡേർഡ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പം ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് തോന്നുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്നാൽ ഇത് റിലീഫും റീഹാബിലിറ്റേഷനും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 കറക്റ്റ് അല്ല, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഡൗട്ട് ഞാൻ പറയുന്നില്ല, സമയക്കുറവുള്ളത് കൊണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.